നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് പ്രൈവറ്റ് ക്ലൗഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ടൈപ്സ് ഓഫ് ക്ലൗഡുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തുള്ള പബ്ലിക് ക്ലൗഡ് ഫസ്റ്റ് ടൈപ്പാണ് പബ്ലിക് ക്ലൗഡ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് പ്രൈവറ്റ് ക്ലൗഡ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് വരുന്നത്, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്, ഓഫ് കോഴ്സ് ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പ്രൈവറ്റ് ക്ലൗഡിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇൻറ്റേർണൽ ക്ലൗഡ് ഓർ കോർപ്പറേറ്റ് ക്ലൗഡ്. ഇങ്ങനെ രണ്ട് പേരിലും നമ്മളിത് അറിയപ്പെടുന്നുണ്ട്. പ്രൈവറ്റ് ക്ലൗഡിന് ഇൻറ്റേർണൽ ക്ലൗഡ് എന്നുള്ള പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു ഓർഗനൈസേഷനകത്തായിരിക്കാം ഇത്. കാരണം ലിമിറ്റഡ് പീപ്പിളിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ക്ലൗഡാണ് ഈ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഓർഗനൈസേഷനകത്ത് സെലക്റ്റഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഇൻറ്റേർണൽ നെറ്റ്വർക്കിനകത്താണ് ഇതിനകത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനകത്തുള്ള യൂസേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും ഇവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതിനകത്തൊരു ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, അവിടെ ഉള്ളവർക്ക് മാത്രമേ അത് ആക്സസിബിൾ ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ പബ്ലിക് ക്ലൗഡിനകത്ത് പറഞ്ഞ പോലെ ജനറൽ പബ്ലിക്കിലേക്ക് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ നടക്കുന്നത്. ആ ഓർഗനൈസേഷനകത്തുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടി മാത്രം ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ക്ലൗഡാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രൈവറ്റ് ക്ലൗഡിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഹൈ ലെവൽ ഓഫ് പ്രൈവസിയാണ്. നമ്മൾ പബ്ലിക് ക്ലൗഡ് പറഞ്ഞൊരു കാര്യമാണ്, അതൊരു പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പബ്ലിക് ക്ലൗഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതിനകത്ത് ജനറൽ പബ്ലിക്കിന്, അതായത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് ചില സെക്യൂരിറ്റി ഇഷ്യൂസും പ്രൈവസി ഇഷ്യൂസും ഒക്കെ വരാറുണ്ട്, കാരണം തേർഡ് പാർട്ടി ആക്സസിബിൾ ആയതുകൊണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈ ലെവൽ ഓഫ് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് ഡാറ്റ പാസ് ചെയ്യുന്ന ത്രൂ ഫയർ വാൾസ് ആൻഡ് ഇൻറ്റേർണൽ ഹോസ്റ്റിംഗ് ത്രൂ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സെക്യൂരിറ്റി വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഓപ്പറേഷണൽ ഡാറ്റ, സെൻസിറ്റീവ് ഡാറ്റ, അതൊന്നും ഒരിക്കലും ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിന് ആക്സസിബിൾ അല്ല എന്നുള്ളതും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ്, അതായത് പ്രൈവറ്റ് ക്ലൗഡിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് HP ഡാറ്റ സെൻറ്റേഴ്സ്, മൈക്രോസോഫ്റ്റ്, എലാസ്ട്ര പ്രൈവറ്റ് ക്ലൗഡ്, ഉബുണ്ടു, ഇങ്ങനെ കുറേ എക്സാമ്പിൾസുകൾ പ്രൈവറ്റ് ക്ലൗഡിനുണ്ട്. ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് ക്ലൗഡിൻ്റെ ഒരു ഫിഗർ. സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണ്. ഓർഗനൈസേഷനാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അത് ഈ പ്രൈവറ്റ് ക്ലൗഡ് ത്രൂ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുമായിട്ട് അല്ലെങ്കിൽ ക്ലൗഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫിഗറിൽ പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് ക്ലൗഡ് നോക്കാം. അതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് പ്രൈവറ്റ് ക്ലൗഡ് എന്താണെന്ന് പറയാം. പ്രൈവറ്റ് ക്ലൗഡിൻ്റെ മറ്റൊരു പേരാണ് ഇൻറ്റേർണൽ ക്ലൗഡ്. ഇതിനകത്ത് ഒരു ഓർഗനൈസേഷനകത്ത് പ്രൈവറ്റായിട്ട് കുറച്ച് ആളുകൾക്ക് ഒരു ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ത്രൂ എന്ത് ചെയ്യാണ്, സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ജനറൽ പബ്ലിക്കിന് ഇത് ആക്സസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, പ്രൈവസി ഉണ്ട്. കാരണം ഫയർ വാൾസും ഇൻറ്റേർണൽ ഹോസ്റ്റിംഗ് ഒക്കെയാണ് നടക്കുന്നത്. മാത്രമല്ല സെൻസിറ്റീവ് ഡാറ്റ ഒരിക്കലും തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാനും പറ്റില്ല. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു, HP ഡാറ്റ സെൻറ്റേഴ്സ്, മൈക്രോസോഫ്റ്റ്, ഇലാസ്ട്ര പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഉബുണ്ടു. ഇനി എന്തൊക്കെയാണ് പ്രൈവറ്റ് ക്ലൗഡിന് വരുന്ന അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞാൽ മോർ കൺട്രോളാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ആവട്ടെ, ഹാർഡ്വെയർസ് ആവട്ടെ, അതൊക്കെ സെലക്റ്റഡ് യൂസേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കൺട്രോൾ ഇതിലേക്ക് വരും. അതായത് ഇതിനകത്തുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഇതിനകത്തുള്ള ഡാറ്റയുടെ കേസ് വരുമ്പോഴൊക്കെ ഒരു ഓവർ കൺട്രോൾ കൂടുതൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമ്മുടെ പബ്ലിക് ക്ലൗഡിനകത്ത് അത്ര പോസിബിൾ ആയിരുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ അതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ മോർ കൺട്രോൾ അവിടെ അത്ര പറ്റിയിരുന്നില്ല. പിന്നെ വരുന്നത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്. കാരണം ഫയർ വാൾ, ഇൻറ്റേർണൽ ഹോസ്റ്റിംഗ് എന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റിയും ഹൈ ലെവൽ ഓഫ് പ്രൈവസിയും ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബിഗ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കാരണം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസ് ആവട്ടെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുന്നത് ഇതിലൂടെയാണ്. പിന്നെ പബ്ലിക് ക്ലൗഡിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് കോഴ്സ് വളരെ ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ പ്രൈവസിയും വളരെ വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്. പ്രൈവറ്റ് ക്ലൗഡ് ഓഫർ ബെറ്റർ പെർഫോമൻസ് വിത്ത് ഇംപ്രൂവ്ഡ് സ്പീഡ് ആൻഡ് സ്പേസ് കപ്പാസിറ്റി.
ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ എന്ത് പറയുമ്പോഴും പബ്ലിക് ക്ലൗഡായിട്ടൊരു കമ്പാരിസൺ വരുമല്ലോ. അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഒന്നുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പ്രൈവറ്റ് ക്ലൗഡിനകത്ത് ഉണ്ടാകുക. പ്രത്യേകിച്ച് അതിൻ്റെ സ്പീഡിൻ്റെ കേസ് ആയിക്കോട്ടെ, സ്പേസ് കപ്പാസിറ്റി ആയിക്കോട്ടെ, അവിടെയൊന്നും ഒരു ട്രാഫിക് ഇഷ്യൂസ് ഒന്നും വരേണ്ടതില്ല. ബിക്കോസ് ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു സെലക്റ്റഡ് പീപ്പിളിൻ്റെ ഇടയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആകുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ സ്പേസ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും, സ്പീഡ് വളരെ കൂടുതലായിരിക്കും, പെർഫോമൻസ് വളരെ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് മോർ കൺട്രോളാണ്, നമ്മൾ സെലക്റ്റഡ് യൂസേഴ്സിന് മാത്രം ആക്സസിബിളായ രീതിയിലാണ് റിസോഴ്സസും ഹാർഡ്വെയർസൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കൺട്രോൾ മോർ ആയിരിക്കും. പിന്നെ സെക്യൂരിറ്റി പ്രൈവസി കേസ് പറയുകയാണെങ്കിൽ ഫയർ വാൾസും ഇൻറ്റേർണൽ ഹോസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഉണ്ട്, പ്രൈവസി ഉണ്ട്. പിന്നെ പബ്ലിക് ക്ലൗഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ സെക്യൂരിറ്റി ലെവൽ വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് യൂസേഴ്സിൻ്റെ ഇടയിൽ മാത്രമാണ് ഇത് ആക്സസിബിൾ ആകുന്നത് എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ്, ഇത് വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക. സ്പീഡ് ഇമ്പ്രൂവ്ഡ് ആയിരിക്കും, അതേപോലെ സ്പേസ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം ഒരു ഓർഗനൈസേഷനകത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും ട്രാഫിക് ഇഷ്യൂസൊന്നും നെറ്റ്വർക്കിൽ ഇല്ലാത്തത് കൊണ്ടുമായിരിക്കും ഇത്രയും ഈസി അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസിലേക്ക് ഇത് വരുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് ക്ലൗഡാണ് ഹൈ കോസ്റ്റാണ് ഫസ്റ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു പബ്ലിക് ക്ലൗഡായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈവറ്റ് ക്ലൗഡിൻ്റെ കോസ്റ്റ് വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അത് സെറ്റപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, ഹാർഡ്വെയർ ആവട്ടെ റിസോഴ്സസ് ആവട്ടെ അതൊക്കെ സെറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ വരുന്നത് റെസ്ട്രിക്റ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ക്ലൗഡാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. സോ അതാണ് പിന്നെ വരുന്നൊരു ഇഷ്യൂ. പിന്നെ ലിമിറ്റഡ് സ്കാലബിലിറ്റിയാണ്. നമ്മൾ പബ്ലിക്കിനകത്ത് പറഞ്ഞിരുന്നത് ഹൈലി സ്കാലബിൾ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. കാരണം നമുക്ക് ഈസിലി ആഡ് ചെയ്യാനും ഈസിലി റിമൂവ് ചെയ്യാനൊക്കെ കഴിയുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ഹോസ്റ്റിംഗ് റിസോഴ്സസ് എന്നുള്ള ഈ പ്രോസസ്സുകളൊക്കെ കുറച്ച് സ്കെയിൽഡ് ആയിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ സ്കാലബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ലിമിറ്റഡ് സ്കാലബിലിറ്റിക്കകത്താണ് കാര്യങ്ങൾ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. പിന്നെ വേണ്ടത് സ്കിൽഡ് പീപ്പിളാണ്. അതും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പലപ്പോഴും പറയേണ്ടി വരും. കാരണം പീപ്പിൾ അതിന് സ്കിൽഡ് ആയിട്ടുള്ള ടീംസിനെ കൊണ്ട് മാത്രമേ ഇതെന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളതും ഒരു, അതായത് ജനറലി ഉള്ള പല ടൈപ്പ് ആൾക്കാർക്കും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ ഒരു ഫീൽഡ് എന്നുള്ളതുമാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞത്? ഒന്ന് ഹൈ കോസ്റ്റാണ്. ഓഫ് കോഴ്സ് ഇതിനകത്തുള്ള ഹാർഡ്വെയർ റിസോഴ്സൊക്കെ സെറ്റപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടി വരും. പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനകത്ത് മാത്രം ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസ് ഏരിയ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പിന്നെ സ്കാലബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇതിനകത്തുള്ള ഹോസ്റ്റിംഗ് റിസോഴ്സസ് പ്രോസസ്സുകളൊക്കെ ലിമിറ്റഡ് സ്കാലബിൾ ആയിരിക്കും. പിന്നെ വരുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനകത്തുള്ള സർവീസസുകൾ മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ എഴുതാൻ ശ്രമിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.